നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ആക്ട്രസ് മീന, മോഹൻലാൽ ഇങ്ങനെ നമ്മളുടെ മനസ്സിങ്ങനെ, അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് ടാലിയായി ആ ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടിട്ട് നല്ല രസമായിരുന്നു. ഇങ്ങനെ സെക്യൂരിറ്റിയെ പോലെ അച്ഛൻ ബാക്കിലും കൂടെ വരും. എപ്പൊ സ്കൂട്ടർ എടുത്ത് ദിവ്യ പോയ അച്ഛൻ ബാക്കിലുണ്ടാവും. അതങ്ങനെ എത്ര നാൾ അച്ഛൻ പുറകെ ഓടി? ഞാൻ സ്കൂട്ടർ ഓടിച്ചിരിക്കൽ നിർത്തണവരെ. ആണോ? ഓഫീസിലേക്ക് ഓഫീസ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞ പോലെ എന്റെ സ്കൂളിലേക്ക് ഇന്ത്യൻ ക്ലോത്ത്സ് ആണ്. ഉള്ളി ഇന്ത്യൻ ക്ലോത്ത്സ് ആണ് ഇടാൻ പാടുള്ളൂ. പ്രാക്ടീസ് സാരി അല്ലെങ്കിൽ ചുരിദാർ. ജയറാമേന്റെ കൂടെ ലീഡ് റോളിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. പക്ഷെ അതിനു മുമ്പും ഞാൻ ഇതുപോലെ ഇപ്പോ സമ്മാനദാനത്തിനൊക്കെ ഇവര് വരുമല്ലോ, അങ്ങനെ സ്കൂളിൽ വന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞു ഞാൻ അറിഞ്ഞു ഇങ്ങനെ ലാലേട്ടന് ഇഷ്ടപ്പെട്ടിരുന്നു, ചിത്ര ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ അപ്പൊ അല്ല, നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയാലോ. കാരണം വളരെയധികം സംഗീതവും നൃത്തവും എല്ലാ കലകളും, അതെ, പുള്ളിയുടെ കളക്ഷൻസും എല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ എല്ലാം കണ്ടിട്ടുള്ളതാണ്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് എനിക്ക് പറയാൻ പറ്റും. അവർ രണ്ടുപേരും, ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും. എനിക്ക് തോന്നുന്നു പ്രണയവർണ്ണങ്ങൾ സമയം തൊട്ട് അതെങ്ങനെയൊക്കെയോ ഒരു 2-3 വർഷം എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് ദീപാവലി സമയത്ത് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടാവും. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വീട്ടിലാണ്. മനസ്സിലായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ഒരുപാട് ഇങ്ങനെ വിളിച്ച് കോണ്ടാക്ട് എനിക്ക് അറിയാം. നിന്റെ പരീക്ഷ എത്തിയേ അതോർത്ത് വേവലാതി വേണ്ടച്ച. അവളുടെ പഠിത്തം ടീച്ചിങ് കാർഡ് നോക്കിക്കോളൂ. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. ദിവ്യക്കിപ്പം 3 കുട്ടികളാണ്. മൂത്ത ആള് അർജുൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അർജുൻ ഇപ്പൊ 9ാം ക്ലാസ്സിലാണ്. രണ്ടാമത്തെ ആള് മീനാക്ഷി ഇപ്പോ 8ാം ക്ലാസ്സിലാണ്. ചെറുത് ഐശ്വര്യ 5 വയസ്സാവും ഐശ്വര്യക്ക്. സ്കൂള് തുടങ്ങും. ദിവ്യ അമേരിക്കയിലേക്ക് ഇപ്പൊ പോയിട്ട് 22-21 അല്ലേ 22 ഇയേഴ്സോളം ആയിട്ടുണ്ട്. ദിവ്യയില് ചില ആൾക്കാരിൽ നമുക്ക് അമേരിക്കയിലേക്കൊക്കെ പോയി വലിയൊരു കൺട്രിയിലേക്കൊക്കെ പോയി വന്നു കഴിയുമ്പോഴത്തേക്ക് കുറെ മാറ്റങ്ങളോ കുറെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലും ഒക്കെ കുറെ ചേഞ്ചസ് കാണാം. പക്ഷെ ദിവ്യ പുരോഗമനല്ല, അങ്ങനെയല്ല. അത് എനിക്ക് തോന്നുന്നു ഡാൻസിൽ കൂടെ തന്നെ നിൽക്കുന്നോണ്ടാണ്. ഒരു ട്രഡീഷൻ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എപ്പോഴും. വളർന്നതും ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ടാണ്. മോറലി അതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാമിലി ആയിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ യു ആർ സ്റ്റിൽ കീപ്പിംഗ് ആ ഒരു സംഭവം. എനിക്ക് തോന്നുന്നു ദിവ്യനേക്കാളും കുറച്ചും കൂടെ സ്റ്റൈലിഷും മോഡേണും വിദ്യയാണ് യുവർ സിസ്റ്റർ അല്ലേ? അവളെ പിന്നെ ഞാൻ ഇവിടെ വെച്ച് കാണുന്നുണ്ട്. അത് പിന്നെ അടുത്ത ജനറേഷനും കൂടെ പറയാം. വിദ്യ നമ്മളെ പിന്നെ ഓഫീസ് വർക്ക് ആണ്. അപ്പൊ അതിന് ഓഫീസിൽ വേറൊരു രീതിയിലാണല്ലോ എക്സ്പെക്ടഡ്. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സസും കാര്യങ്ങളും അവള് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആണ്, കുറച്ചും കൂടെ നമ്മളെക്കാളും കുറച്ചും കൂടെ കീൻ ആണ് ഇതുപോലത്തെ കാര്യങ്ങളിലെല്ലാം. ദിവ്യ എന്നാൽ അങ്ങനെ ഒരു സിസ്റ്ററിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ പോലും ദിവ്യയിൽ എനിക്ക് എപ്പോഴും ഒക്കെ നല്ലൊരു ട്രഡീഷൻ ടച്ച് ഫീൽ ചെയ്ത് എപ്പോഴും പോകുന്നുണ്ട്. അതൊക്കെ കോൺഷ്യസ് ആയിട്ട് ദിവ്യ എടുക്കുന്ന ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ആണോ? അല്ല, ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ് ഇന്ത്യൻ ക്ലോത്ത്സ് ആണ്. പിന്നെ ഇപ്പൊ ഈ ഓഫീസ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞ പോലെ എന്റെ സ്കൂളിലേക്ക് ഇന്ത്യൻ ക്ലോത്ത്സ് ആണ്. ഉള്ളി ഇന്ത്യൻ ക്ലോത്ത്സ് ആണ് ഇടാൻ പാടുള്ളൂ. പ്രാക്ടീസ് സാരി അല്ലെങ്കിൽ ചുരിദാർ. ഈവൻ ഭയങ്കര പാർട്ടി വെയർ ആയിട്ടുള്ള ഗാഗ്ര അങ്ങനത്തെ പോലും ഇടാൻ പറ്റില്ല. കാരണം എനിക്ക് കാല് കാണണം കുട്ടികളുടെ. അപ്പൊ നമ്മൾക്ക് ചുരിദാറും പ്രാക്ടീസ് സാരിയാണ് മെയിൻ ആയിട്ടുള്ള. അതെനിക്ക് തോന്നുന്നു ഈ ഡാൻസും ഈ ലോകത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട്. ആ ലോകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് ഇറങ്ങുന്നത് വൈകുന്നേരം ആണെങ്കിലും നമ്മളിങ്ങനെ വീട്ടമ്മമാരിങ്ങനെ എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്യാൻ നോക്കുമല്ലോ. അപ്പൊ ആ പോണ വഴിക്ക് പച്ചക്കറി, അപ്പൊ ഇറങ്ങുമ്പോഴൊക്കെ ഇതിട്ടിട്ടാണ് ചുരിദാർ. ഇത് വല്ലപ്പോഴും ഒക്കെയാണ്. ഇപ്പൊ രാവിലത്തെ മോർണിംഗ് കുട്ടികളെ സ്കൂളിലാക്കണതിനൊക്കെയാണ് വല്ല വെസ്റ്റേൺ ക്ലോത്ത്സ് ഒക്കെ ഇടുള്ളൂ. ഉച്ച കഴിഞ്ഞ അങ്ങോട്ട് പിന്നെ ക്ലാസ്സിലേക്ക് പോണ വഴിയാണ് എല്ലാം. സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യണതും എല്ലാം അത്. അപ്പൊ ആ ചുരിദാറിലേക്ക് അങ്ങ് കേറി കഴിഞ്ഞാൽ, കാരണം പിന്നീട് ഇവര് വന്നു കഴിഞ്ഞാൽ ഇവരെ കെയർ ചെയ്തിട്ട് പിന്നെ ക്ലാസ്സിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ഇടയിൽ ഇനി ഞാനൊരു ചേഞ്ചിനുള്ള സമയം കളയണ്ട. അതൊന്ന്. പിന്നെ 2, നമ്മളെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നത് കൊണ്ട് നമ്മുടെ തന്നെ കുട്ടികൾ സ്റ്റുഡൻസ് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു, ഇപ്പൊ ഞാനിങ്ങനെ പറയാണ് ഇങ്ങനെയാണ് ഡ്രസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ട്രഡീഷൻ ഇങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ലുക്കപ്പ് ചെയ്യാനായിട്ട് ഒരു
എന്നോട് പല പേരൻസും പറയും മിസ് ദിവ്യ ഇത് ചെയ്തില്ലേ, അത് കഴിഞ്ഞപ്പോ ഷീ വാണ്ടഡ് ടു വെയർ എ ഹാഫ് സാരി അല്ലെ. അങ്ങനെ നമ്മൾക്ക് അറിയണില്ല. okay. നാച്ചുറലി നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു വിഭാഗമാണെങ്കിലും അവർക്ക് അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കെയർഫുൾ ആവണ്ടേ. നമ്മള് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് വെസ്റ്റേൺ ഇട്ട കെയർഫുൾ അല്ല എന്നല്ല, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ മീൻ. എന്റെ പ്രൈമറി ജോലി എന്ന് പറയുന്നത് കീപ് ദം ക്ലോസ് ടു ട്രഡീഷൻ ആണ് അല്ലേ. അപ്പോ അതിന് അത്രയൊന്നും തോട്ട് ഇട്ടിട്ടല്ല കേട്ടോ. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. ചുരിദാർ പിന്നെ കംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ചും നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കൂടുതലും കൺവീനിയന്റ് ആണ് അത് അല്ലേ. അങ്ങനെ പിന്നെ വേറെ അവിടത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അത് വരാൻ പാടില്ല. ഇപ്പൊ ചുരിദാർ ഇട്ടാൽ പുറത്ത്, ഇപ്പൊ എന്റെ അമ്മയൊക്കെ അമേരിക്കയിൽ എല്ലായിടത്തും സാരിയാണ്. വളരെ റെയർ ആയിട്ടാണ് ചുരിദാർസ് ഒന്നും അങ്ങനെ വേറെ ഒന്നും ക്ലോത്ത്സ് യൂസ് ചെയ്യാറ് ഇല്ല. അങ്ങനെ എത്രയോ അമ്മമാരുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് ഈ അടുത്ത ജനറേഷന് തോന്നാൻ പാടില്ല ഇന്ത്യൻ ക്ലോത്ത്സ് ഇട്ട് നമ്മൾ പുറത്തിറങ്ങണ്ട, നമ്മൾ അവരിലേക്ക് ബ്ലെൻഡ് ഇൻ ചെയ്യണം എന്നുള്ളത്. ബ്ലെൻഡ് ഇൻ ചെയ്യണം, പക്ഷെ അത് ഇതിനു വേണ്ടി ആയിരിക്കരുത്. ഓ നമ്മുടെ ക്ലോത്ത്സ് ആർ നോട്ട് വെൽക്കം ഇൻ ദിസ് കൺട്രി. അങ്ങനത്തെ ഒരു കൺട്രിയും അല്ല, അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മള് ഇപ്പൊ ചുരിദാറിട്ട് എവിടെയാണെങ്കിലും പോയിട്ടുണ്ട്. ഇപ്പൊ തീം പാർക്കോ ഗ്രോസറി സ്റ്റോറോ എവിടെയാണെങ്കിലും പോയിട്ടുണ്ട്. ഓക്കെ. ഈ അമേരിക്കയിൽ ഇത്രയും വർഷം നിന്നതിന് ശേഷം ദിവ്യക്ക് വന്ന വലിയൊരു മാറ്റം, അല്ലെങ്കിൽ അമേരിക്കയായിട്ട് ദിവ്യയിൽ മാറ്റിയത് എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവിടുത്തെ ഒരു ജീവിതം അല്ല അവിടെ താമസിക്കുന്നത് കൊണ്ട് ദിവ്യയിൽ വരുത്തിയ മാറ്റങ്ങൾ? കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയി. അതായത് ഇപ്പോ ചെറിയ കാര്യങ്ങളൊക്കെ ഇല്ലേ അവിടെ നമ്മള് ഈവൻ എല്ലാം ക്ലീനിങ്ങും അല്ലെങ്കിൽ ചെറിയ 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 കാര്യങ്ങൾ, സാധനങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുപോയിക്കില്ല, വണ്ടിയുടെ മെയിൻ്റനൻസ് എന്താണെങ്കിലും നമ്മള് എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു മെന്റൽ കലണ്ടറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോ എന്താ പറയാ, പെട്ടികൾ എടുത്ത് വെക്കുകയാണെങ്കിലോ തിരിച്ച് ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഡെലിഗേറ്റ് ചെയ്യാണ് നമ്മൾ തന്നെ. അപ്പൊ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാം. ചിലപ്പോഴൊക്കെ നമ്മൾക്ക് സഹായം അങ്ങനെ നമ്മൾ എന്തിനാ ഞാൻ തന്നെ ചെയ്തേക്കാം, അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. ചിലതൊക്കെ നല്ലതാണ് അത്. കാരണം ഇപ്പൊ ചില സമയത്തൊക്കെ നമ്മളിപ്പോ ഒന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ, ഒരു എയർപോർട്ടിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു വരണമെങ്കിൽ, എന്തെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ, ഗ്രോസറി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് നമ്മൾക്ക് തന്നെ ചെയ്യാനായിട്ട് പഠിക്കാനും, അത് അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇപ്പോ ഇവിടെ നമുക്ക് ലൈറ്റിങ്ങിന് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്താല് അവര് വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, അവര് വരും, പ്രോഗ്രാം റിഹേഴ്സൽ കാണും, പക്ഷെ അവിടെ ഞാൻ ഫുൾ ലൈറ്റ് സ്ക്രിപ്റ്റ് കൊടുക്കണം. ആ ക്രൂ അന്നാണ് വരുള്ളൂ, 2 hours ബിഫോർ ദ ഷോ വരുള്ളൂ. എന്തൊക്കെ ലൈറ്റ് ഉണ്ട് എന്നുള്ളത് അവര് നമ്മളോട് പറയും. സോ അതിനിപ്പോ എനിക്ക് സ്പോട്ട് വേണം, ഇതെല്ലാം ആ സ്ക്രിപ്റ്റിങ് അത് ഒരു എക്സ്ട്രാ ആണ്. ഇവിടെയൊക്കെ എനിക്ക് അതൊക്കെ ഡെലിഗേറ്റ് ചെയ്യാവുന്ന വർക്കാണ്. കോസ്റ്റ്യൂം ഡിസൈനിങ് വലിയ ഡിസൈനിങ് അല്ല, എന്നാലും ഓരോരോ ഗ്രൂപ്പിന് ഇപ്പൊ 12 ഗ്രൂപ്പ് ഉണ്ട് ഒരു ഡാൻസ് സ്കൂളിലെങ്കിൽ ആനുവൽ ഡേക്ക് എല്ലാവർക്കും ഓരോ സെറ്റ് ഓഫ് പാറ്റേണും വേണം, കളറും വേണം. അത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതിലും വേറെ ഡിഫറെന്റ് ആയിരിക്കും. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മളൊരു സ്റ്റൈലിസ്റ്റിനെ വിളിച്ചാൽ അതെ അവിടെ വൺ മാൻ ഷോ ആണ്. ഇവിടെ നമ്മളെ സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് നമുക്ക് ഒരുപാട് ആൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലതാണ്. പക്ഷെ ആ രാജ്യം അങ്ങനെ ആയതുകൊണ്ട് അതെ അവിടുത്തെ പൊതുവെ അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണല്ലോ. എല്ലാം ജോലിയും നമ്മളെ വീട്ടിലുള്ളവർക്ക് അവർക്ക് അങ്ങനത്തെ ഒരു ഈഗോയോ കോംപ്ലക്സോ ഒന്നുമില്ല. വീട്ടിലെ ഗാർഡനിങ് ആണെങ്കിലും എന്ത് വർക്ക് ആണെങ്കിലും ഇലക്ട്രിക്കലോ പ്ലംബിങ്ങോ വോട്ടോർ എന്താണെങ്കിലും എല്ലാം അവർ തന്നെയാണ് അത് ചെയ്യുന്നത്. അതിന് വലിയൊരു നമ്മളിവിടെ 100 പേരെ സഹായത്തിന് നമ്മള് വെക്കിടും അല്ലേ. ആ ഒരു കൾച്ചർ അത് വ്യത്യാസം. ഇപ്പൊ ഞാൻ വിദ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിദ്യയും ദിവ്യയും തമ്മിൽ നിങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 10 വയസ്സിനോളം ഇതില്ലേ. അപ്പൊ അന്ന് മുതലേ നമുക്ക് ആ ഒരു 10 വയസ്സിൽ നമുക്ക് ഒരു കുഞ്ഞ് അനുജത്തി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വലിയ ചേച്ചിക്കളിയായി. അപ്പം കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് എങ്ങനെയാണ്? അവിടെ ഒരു ചേച്ചിയാണോ അത് എപ്പോഴെങ്കിലും വിദ്യയായിട്ട് നിങ്ങളൊരു അമ്മ കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ കെയറിങ് ആയിരിക്കും അല്ലേ? ആ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള? കുറെ നാൾ അങ്ങനെ ആയിരുന്നു. അതായത് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള
ഒരു അമ്മ ഫിഗറിലേക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ 10 വയസ്സുള്ളപ്പോഴാണ് വിദ്യ ജനിച്ചതെങ്കിലും ഞാൻ വിദ്യയുടെ സ്കൂൾ ടൈമിലൊക്കെ ആയിരുന്നു എൻ്റെ മൂവീസ് ഞാൻ അഭിനയിച്ചിരുന്ന സമയം. അപ്പോഴൊക്കെ ഞാൻ കുറച്ച് ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു. പക്ഷെ ആ ഒരു കെയറിങ്ങിലാണ്. അങ്ങനെ അടിപിടി ബഹളം അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വിദ്യക്ക് ഇങ്ങനെ എന്താ കുറച്ച് ഡോൾസ് അങ്ങനത്തെ ഒക്കെ കുറച്ചൊക്കെ, ഒരുപാടില്ല, അങ്ങനെ ഒക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒക്കെ ഫ്രണ്ട്സിന്റെ പോലെ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അത് എനിക്ക് തോന്നുന്നു അത് ഒരു കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയപ്പോ, കോളേജും കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയാണ് ആ സമയത്ത്. ഇപ്പൊ വിദ്യ സിംഗപ്പൂരാണ്. മോൾക്ക് ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞു, ശോഭിത. ഓക്കെ. ദിവ്യനെ കുറിച്ച് പറയാനായിട്ട് ഒരാൾ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കിക്കേ. ഹലോ ദിവ്യ, സുഖമാണോ? ആഫ്റ്റർ ലോങ് ടൈം അല്ലേ? കഥാനായകൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചില സിനിമയുടെ പൂജയ്ക്കും എറണാകുളത്ത് ചില പ്രോഗ്രാംസിനും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല എന്നാണ്. അത് കഴിഞ്ഞ് ഇയാൾ സ്റ്റേറ്റ്സിൽ പോയല്ലേ, പുറത്തല്ലായിരുന്നു? അപ്പോൾ എന്താ പറയുക, കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ കൂടെ ഇതൊക്കെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഡാൻസിൽ അർപ്പിച്ചിരിക്കുന്ന മനസ്സും ജീവിതമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഓർമ്മയിൽ വൈറ്റില ദിവ്യയുടെ വീടിൻ്റെ പരിസരത്തായിട്ടൊരു 3-4 വീട് ഡാൻസിൻ്റെ അധ്യാപകരെയും മ്യൂസിഷ്യൻസിനെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടി മാത്രം വാങ്ങിയിട്ടിരുന്നതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. അത്രയ്ക്കും നൃത്തത്തിനോട് പ്രണയമുള്ള ദിവ്യ ഉണ്ണി ഇപ്പോഴും നൃത്തം കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കഥാനായകൻ്റെ സെറ്റിലെ തമാശകൾ ഒരുപാടുണ്ടല്ലോ അല്ലേ പറയാൻ. ചിലതൊക്കെ ഓർമ്മയുണ്ട്, എന്നാലും അതിനൊക്കെയുള്ള സമയമില്ലല്ലോ. പിന്നെ ഞാനും ഒരു അത്യാഗ്രഹം കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ റിലീസ് ചെയ്ത ഞാനും പിന്നൊരു ഞാനും എന്ന് പറയുന്ന എൻ്റെ സിനിമയിൽ ഞാൻ മോഹിനിയാട്ടത്തിൻ്റെ കുറച്ച് സ്റ്റെപ്സൊക്കെ ചെയ്തിരുന്നു. കണ്ടോന്ന് എനിക്കറിയില്ല. സ്ത്രീവേഷത്തിലായിരുന്നു അത്. എന്തായാലും കാണാൻ ശ്രമിക്കണം. സിനിമയുടെ പേര് ഞാനും പിന്നൊരു ഞാനും. കൂടുതൽ നീട്ടുന്നില്ല. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ദിവ്യ ആരോഗ്യ സൗഖ്യത്തോടുകൂടി ശക്തമായി കലാപരമായി നൃത്തപരമായിട്ടൊക്കെ മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. രാജസേനൻ സർ. സേനൻ സാറിന്റെ സെറ്റ് ഇസ് ലൈക്ക് അനദർ വേർഡ് ഫോർ ഡിസിപ്ലിൻ ആണ്. അത്രയും അച്ചടക്കത്തോടെയാണ് ഫുൾ എന്താ പറയാ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തിരുന്നതും. അല്ലെങ്കിൽ ഇത്ര വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ള മൂവി എനിക്ക് തോന്നുന്നു 24 ദിവസം 30 ദിവസം തികച്ച് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ എത്ര ആർട്ടിസ്റ്റുകളാണ്, അതെ, എത്രയോ പേര് ഒരുമിച്ച് അഭിനയിച്ച ഒരു അത് മാത്രല്ല ഒരു റൂൾ ഉണ്ടായിരുന്നത്, ഒരു സീൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊന്നും അല്ല തുടങ്ങുന്നത്. അപ്പൊ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതിന് മുമ്പ് ഒരു സീൻ തീർന്നിരിക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു പോളിസി വെച്ചിട്ടാണ് പോയിരുന്നത്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഇപ്പൊ ജയറാമേട്ടനാണെങ്കിലും സേനൻ സാർ ആണെങ്കിലും മറ്റേ കേശവൻ അങ്കിൾ ഉണ്ടായിരുന്നല്ലോ ആ മൂവിയില്. അപ്പൊ ഇവരെല്ലാരും കൂടെ പാട്ട്, ചെണ്ട പ്രാക്ടീസ്, പിന്നെ അവിടെ തന്നെ അത് വലിയ വരിക്കാശ്ശേരി മനയാണ്. അപ്പൊ അതിന്റെ ഒരു ഏരിയയില് ഒരു ചെറിയൊരു പെർഫോമൻസ് ഏരിയ പോലെ ആർക്ക് വേണമെങ്കിലും പാടാം. ഇപ്പൊ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആർക്കും തിരിച്ചു പോകണ്ട. ഈ ഒരു എന്റർടൈൻമെന്റ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ എല്ലാരും പോവാറുള്ളൂ. അങ്ങനെയൊക്കെ ഭയങ്കര ലൈവ്ലി ആയിരുന്നു ആ സെറ്റ്. ലൈവ്ലി ആയിരുന്നു. പിന്നെ സാറിനാണെങ്കിലും ഡാൻസും അങ്ങനെയൊക്കെ വലിയ ജ്ഞാനമാണ്. പാട്ട് വലിയ ഇഷ്ടമാണ്. എല്ലാം വളരെ ചിട്ടയോടെ നടന്ന് ഒരു തവണ പോലും നമ്മള് നാളത്തേക്ക് ഇത് പെൻഡിങ് വന്നു എന്നുള്ള രീതിയിൽ ഒരു സീൻ പോലും പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. അതിലിപ്പോ പറയുമ്പോ ജയറാമേട്ടനാണെങ്കിലും ഒക്കെ എത്ര സ്പോണ്ടേനിയസ് ആയിട്ട് എന്തൊരു ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. ജയറാമേട്ടനൊക്കെ ഇങ്ങനെ എത്ര തമാശ പറഞ്ഞിട്ടുണ്ടാവും സെറ്റില്, കളിയാക്കലും തമാശയും. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഓർമ്മകളൊക്കെ ഉണ്ടോ എന്തെങ്കിലും? ലീഡ് റോളിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. പക്ഷെ അതിനു മുമ്പും ഞാൻ ഇതുപോലെ ഇപ്പോ സമ്മാനദാനത്തിനൊക്കെ ഇവരെ വരുമല്ലോ, അങ്ങനെ സ്കൂളിൽ വന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം. പിന്നെ പൂക്കാലം വരവായില് കുറച്ച് സമയം നമ്മള് ഒന്നിച്ച്
എന്താ പറയാ, ഞാൻ ചെറുതായിരുന്നു, അപ്പൊ അന്ന് കണ്ടിട്ടുണ്ട്, അപ്പൊ പരിചയമുണ്ട്. പിന്നെ അതിന് മുമ്പ് 1-2 അസോസിയേഷൻ പ്രോഗ്രാംസ് ഇല്ലേ, മാക്ട, അമ്മ, അപ്പൊ നമ്മളെല്ലാരെയും ഒന്ന് പരിചയപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അന്നോട്ടെ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഏറ്റവും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു ആക്ടറാണല്ലോ. രസമായിരുന്നു. ഇപ്പോ കാളിദാസിന്റെ കല്യാണം, എൻഗേജ്മെന്റോ അല്ലെങ്കിൽ മാളവികയുടെയോ അതിന് ദിവ്യക്ക് ഉണ്ടായിരുന്നു, രണ്ടുപേരും വിളിച്ചിരുന്നു. അതെ, വിളിച്ചിരുന്നു. പിന്നെ അമേരിക്കയിൽ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് 1-2 തവണ. അവസാനം കണ്ടത് ഒരു ഹിന്ദു സമ്മേളനത്തിന് വന്നപ്പോഴാണ്. 2022 അതോ 2022. ഓക്കെ. ഇപ്പൊ ഈ ഫംഗ്ഷൻസ് ഒന്നും ദിവ്യക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത്, അപ്പൊ അത് മിസ് ചെയ്തു. ഓക്കെ. ഇനി ദിലീപേട്ടന്റെ കൂടെയുള്ള അനുഭവങ്ങൾ പറയാണല്ലോ, അതുമൊക്കെ അത് സെറ്റില് ഇപ്പൊ ഈ ജയറാമേട്ടൻ ദിലീപേട്ടനൊക്കെ എല്ലാവരും പറയണത് നിങ്ങൾ ഫുൾ ഭയങ്കര തമാശയായിരിക്കും. ഇവരുടെ കൗണ്ടേഴ്സ് ഒക്കെ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും, നിങ്ങൾ ഒരുമിച്ചുള്ള സീനും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും. പിന്നെ ദിലീപേട്ടൻ സെറ്റിൽ ഭയങ്കരമായിട്ട് പ്രാങ്ക് ചെയ്യും, കളിപ്പിക്കും, കുറെ ഇങ്ങനെ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ദിവ്യക്ക് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇല്ല, പ്രാങ്ക് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ ഇതുപോലെ ഈ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിരിച്ച് സീൻ കട്ടാക്കേണ്ടി വന്നതൊക്കെ ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. കാരണം ഇവര് ഡബിൾ അല്ലെങ്കിൽ 3 times ആണല്ലോ റിഹേഴ്സലിൽ നിന്ന് ടേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പ്രസന്റേഷൻ മാറുമല്ലോ. അപ്പോഴൊക്കെ ചിരിച്ചു പോയിട്ടൊക്കെ ഉണ്ട്. ചിരിച്ചിട്ട് തിരിഞ്ഞു നിക്കലും അങ്ങനത്തെ കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. അതെ. ഓക്കെ. ഇപ്പൊ ജയറാമേട്ടനും ദിലീപേട്ടനും പറഞ്ഞതിന്റെ കൂടെ എനിക്ക് ചോദിക്കേണ്ട ഒന്നാണ് ലാലേട്ടൻ. ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച് പെങ്ങളായിട്ടും അഭിനയിച്ചു, നായികയായിട്ടും അഭിനയിച്ചു. ആദ്യം നായികയാണ് ആയത്, പിന്നീടാണ് പെങ്ങളായത്. ആ ഒരു ഫീലും കൂടെ പറയൂ. അതെന്താ പറയാ, ലാലേട്ടൻ എന്ന് പറയുമ്പോ എല്ലാ മലയാളിയുടെ മനസ്സിലുള്ള ആ ഒരു ഫീല് തന്നെയാണ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. കാരണം 2ാമത്തെ മൂവി ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനും കുറച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അന്നൊക്കെ അതാണല്ലോ ഇവരുടെയൊക്കെ കണ്ണിൽ. ഇപ്പൊ നമ്മള് 10th ഗ്രേഡർ അല്ലേ, അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ എക്സ്പീരിയൻസിനെ കാട്ടിലും അവര് എന്നെ മാനേജ് ചെയ്ത അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ചോദിക്കേണ്ടി. അതെ. കാരണം വളരെ ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ. ലൈക്ക് വളരെ ഗ്ലൂമി ആയിട്ടും കുറെ കഷ്ടപ്പെട്ട് സങ്കടം അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ആക്ട്രസ് മീന, മോഹൻലാൽ, ഇങ്ങനെ നമ്മളുടെ മനസ്സിങ്ങനെ. അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് ടാലി ആയി ആ ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടിട്ട് നല്ല രസമായിരുന്നു. അത് പ്രോസസ് ഒന്നും ഇപ്പോഴൊക്കെയാണ് വലിയ വേർഡ് പ്രോസസ് എന്നൊക്കെ. അന്നൊക്കെ എങ്ങനെ നടന്നു അറിയില്ല. അത് ഡയറക്ടർ പറഞ്ഞ പോലെ ചെയ്തു. പിന്നെ സോങ്ങിന്റെ സമയത്ത് രസമായിരുന്നു. മാണിക്യ കല്ലാൽ സോങ്, അതിലും കുറച്ച് ഡാൻസ് സീക്വൻസും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിന്റെ. കാരണം അത് വേറൊരു ആ സോങ്ങിന് തന്നെ ഒരു തീം ഉണ്ടല്ലോ. അതായത് ഇവര് നമ്മളുടെ തന്നെ 2 പേര് നമ്മളെ നോക്കി പാടുന്ന പോലെ അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ അതൊക്കെ രസമായിരുന്നു. അപ്പോ നിങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അതിനു മുന്നേ കമലദളം എന്ന സിനിമയിലെ ലാലേട്ടൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാൻസ് സീക്വൻസ് ഒക്കെ, ഒരു ഡാൻസർ അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അത് ഒബ്വിയസ്ലി കണ്ടിട്ടുണ്ടാവണം ഈ സിനിമയിൽ. അപ്പോൾ ഈ ഒരു ഷൂട്ടിങ്ങിന്റെ സമയത്തും ഒക്കെ ഒരു ലാലേട്ടനായിട്ട് ഇങ്ങനത്തെ ഡാൻസിന്റെ സീക്വൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അതിനിടയിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമോ? അല്ല, ചോദിക്കും എന്താണ് ഇപ്പൊ പഠിക്കണേ. അതായത് ഡാൻസ് ആയി നമ്മള് കണ്ടിന്യൂസ് ക്ലാസ് നടന്ന് പ്രാക്ടീസ് ചെയ്തോ, പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടമാണോ, അങ്ങനത്തെ ഒക്കെ ജനറൽ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് ചോദ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾക്ക് ചോദിക്കാൻ എങ്ങനെയാ അങ്ങനെ പഠിച്ചിട്ടിങ്ങനെ. കാരണം അൾട്ടിമേറ്റ്ലി ഉത്തരം നമുക്കറിയാം, നല്ലോണം പ്രാക്ടീസ് ചെയ്തു, അതുകൊണ്ട് നന്നായിട്ട് ചെയ്തു, അത്രേ നമുക്കും അറിയാം. അപ്പൊ നമ്മളായിട്ട് ഇതിനെ വടി കൊടുത്ത് അടി വാങ്ങാന്ന് നമ്മളൊന്നും പറഞ്ഞില്ല. പക്ഷെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ ഇതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോഴേ നല്ലതാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോ വർണ്ണപ്പാട്ടിന്റെ സമയത്തല്ല, പക്ഷെ വേറെ ഇപ്പൊ ഞാനും വിനീതും കൂടെ രമ്യയും കൂടെ ഒരു അവാർഡ് നൈറ്റിന് ഒരു പീകോക്കിന്റെ ഡാൻസ്, വിനീതിന്റെ കൊറിയോഗ്രാഫിയും ഡയറക്ഷനും ഒക്കെ ആയിരുന്നു.
അപ്പൊ അതിനുശേഷം വിനീത് പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഇങ്ങനെ ലാലേട്ടന് ഇഷ്ടപ്പെട്ടിരുന്നു, ചിത്ര ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ. അങ്ങനെയൊക്കെ. അപ്പൊ അല്ല, നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയാലോ, കാരണം വളരെയധികം സംഗീതവും നൃത്തവും എല്ലാ കലകളും പുള്ളിയുടെ കളക്ഷൻസും എല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ എല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോ അങ്ങനത്തെ ആ ഒരു എൻകറേജ്മെന്റ് നമ്മളുടെ അടുത്തുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇപ്പം നമ്മുടെ സിസ്റ്റർ ആയിട്ടുള്ള കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ആ പാട്ട് സീക്വൻസും എല്ലാവരും, ഇപ്പോൾ ദിവ്യയ്ക്ക് ഒരു ആംഗ്ല എന്ന് പറയുന്ന ഒരു ശരിക്കും ലൈഫിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ത്രൂ ഔട്ട് ആ ക്യാരക്ടറിലൂടെ ഒരു ആംഗ്ലയുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതൽ, ആ ഒരു പ്രൊട്ടക്ഷൻ, അതങ്ങനെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് ഒരാൾ നിൽക്കുമ്പോഴേ പെണ്ണില്ല ഇങ്ങനെ പാട്ട്, ആ ഒരു അത് ശരിക്കും അവിടെ അനുഭവിക്കാൻ പറ്റി അവിടെ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതൊരു ലൈറ്റർ ആയിട്ടുള്ള സോങ് ആണല്ലോ. അപ്പൊ അതിലെ നല്ല എന്താ പറയാ ടച്ചിങ് ആയിട്ടുള്ള സീക്വൻസസുമാണ്. വിളക്ക് വെക്കണത്, പൈപ്പ് വെള്ളം കൊണ്ട് കളിക്കണത്, അങ്ങനത്തെ കുറെ സീക്വൻസസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ രസമായിരുന്നു. എന്റെ കല്യാണ ആൽബത്തില് ഈ സെയിം പാട്ടാണ് അവര്, എനിക്ക് 2 ബ്രദേഴ്സാ. അപ്പൊ എന്റെ ഏട്ടന്മാർ, എന്റെ കസിൻസും, എനിക്ക് കുറെ ആണുങ്ങള് കസിൻസ് ഒക്കെ. അപ്പൊ അവരെല്ലാരും ചെയ്തിട്ടുള്ള സീക്വൻസിൽ കറക്റ്റ് അവർ ഈ പാട്ടാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കളിയും ബഹളവും റിയൽ എന്റെ ഇതില് കറക്റ്റ് ആയിട്ട് അത് മേർജ് ചെയ്ത് പോണു. അപ്പൊ ശരിക്കും ദിവ്യക്ക് അതൊരു ലൈഫിൽ കിട്ടാത്തത് സിനിമയിലൂടെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കിട്ടുകയാണ് അല്ലേ? ആ ഒരു ചേട്ടന്റെ സ്നേഹം, ആ ഒരു നല്ല അങ്ങനത്തെ പാട്ടുകളൊക്കെ ഫണ്ണാണല്ലോ. അതായത് കുറെ ഷോർട്സ് ചേർത്ത് എടുത്ത് വെക്കുന്ന പാട്ടുകള് നമ്മള് ലൈറ്റർ ആയിട്ടാണല്ലോ മനസ്സ് നമ്മൾ ചെയ്യുന്നത്. കാഷ്വൽ മൊമെന്റ്സ് പാട്ടാക്കുകയല്ലേ, അപ്പൊ രസമായിരുന്നു. ഇതില് ഇപ്പൊ നമ്മൾ കുറെ പേരുടെ പേരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു ചേട്ടൻ ഫിഗർ എന്ന് നമ്മൾ മനസ്സിലേക്ക് കാണുമ്പോൾ ഇൻഡസ്ട്രിയിലെ തന്നെ ആരുടെ മുഖമായിരിക്കും? ദിവ്യയുടെ മനസ്സിലേക്ക് സുരേഷ് ചേട്ടൻ അല്ലേ? എപ്പോഴും കൂടെ ഉണ്ട്. അന്നും അതെ ഇന്നും അതെ. അവർ രണ്ടുപേരും, ചേച്ചിയും ചേട്ടനും എപ്പോഴും കൂടെ. ഇപ്പൊ ഈ വിസിറ്റിൽ കണ്ടിരുന്നോ അവരെ? ഈ വിസിറ്റിലില്ല, കഴിഞ്ഞ വിസിറ്റിൽ കണ്ടിരുന്നു. ഓക്കെ. പക്ഷെ അങ്ങനെ അത് കാണണമെന്നൊന്നുമില്ല കേട്ടോ. മനസ്സിലായി. വിളിച്ചാലും എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോ ഒരാളെ കിട്ടിയാലും അടുത്ത ആളെയും കൂടെ കിട്ടും. ഇപ്പൊ ചേച്ചിയാണ് കിട്ടണമെങ്കിൽ ചേച്ചി മെസ്സേജ് പാസ് ചെയ്യും. എനിക്ക് എന്താ പറയാ, അച്ഛൻ പോയ സമയത്ത്, അച്ഛൻ പെട്ടെന്നാണല്ലോ അച്ഛന് കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് ഒരു ദിവസം രാത്രിയില്, അവിടത്തെ രാത്രിയിൽ എനിക്ക് ഇങ്ങനെ കോൾ വന്നാണ്, ഒട്ടും വയ്യ, അപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് അപ്പോ മോള് കോവിഡ് ടൈമിലാണല്ലോ ജനിച്ചത്. അപ്പൊ നമ്മൾ അന്നേരം ദിസ് ഇസ് 2022. അപ്പൊ നമ്മൾ ഇങ്ങനെ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും വിസ ഒന്നും എടുത്തിട്ടില്ല ഇന്ത്യയിലേക്ക് വരാനുള്ള. അപ്പൊ ഞാന് പെട്ടെന്ന് ഈ കോൾ വന്നു, എന്താണ് അവിടേക്ക് വരാൻ, അമ്മ പറഞ്ഞു വരാൻ പറഞ്ഞു, വരുമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഞാൻ ആദ്യം ചേട്ടനെ വിളിച്ചു, കിട്ടിയില്ല. ചേച്ചിയെ വിളിച്ചു, ചേച്ചി ഉടനെ വിത്തിൻ 2 minutes ചേട്ടൻ വിളിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചേട്ടന്റെ ഡയറക്ഷൻസിലാണ് ജസ്റ്റ് ഈ വിസയുടെ കാര്യങ്ങളെല്ലാം. പിന്നെ അതേസമയം തന്നെ അച്ഛന്റെ അടുത്ത് അമ്മ ഉണ്ടായിരുന്നു, അമ്മയെ വിളിച്ചു ചേട്ടൻ. അപ്പോ ഞാൻ ആദ്യം നമ്മള് കുറച്ചൊരു ലോസ്റ്റ് ആവുമല്ലോ ന്യൂസ് കേൾക്കുമ്പോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കണേന് 1 സെക്കൻഡ് മുമ്പ് ചേട്ടനാണ് അമ്മോട് സംസാരിച്ചിട്ടാണ് ഈ ന്യൂസ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചിരുന്നു എന്നെ എന്ന് പറഞ്ഞു. അമ്മയും സംസാരിച്ചിരുന്നു. നമ്മളെല്ലാരും ലോസ്റ്റ്, കാരണം വിദ്യ സിംഗപ്പൂര്, ഞാൻ അമേരിക്കയില്, അമ്മ എവിടെയാണ്. സോ ഞങ്ങൾ എത്തുന്ന പോലും പറയാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ല നമുക്ക്, കാരണം നമ്മൾ എപ്പോഴും എത്തുന്ന അറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ എത്തി, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു എന്നുള്ളത് ഫോണിൽ കേൾക്കണത് വരെ ഓൾമോസ്റ്റ് എവറി 2 hours. അതേസമയം എനിക്ക് തോന്നുന്നു ഞാൻ വിളിച്ചപ്പോ ചേട്ടൻ ഗൾഫ് രാജ്യത്ത് എവിടെയായിരുന്നു, ചേച്ചി ട്രിവാൻഡ്രത്തായിരുന്നു. പിന്നെ ഞങ്ങള് ഫ്ലൈറ്റ് കയറിയപ്പോഴത്തേക്കും നാട്ടിലെത്തി. അതിനുശേഷം ഞങ്ങള് ഇവിടെ എത്തുമ്പോ 22 hours ജേർണിയാണ്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോ ചേട്ടൻ വേറെ ഏതോ സ്റ്റേറ്റിലാണ്, ഇന്ത്യയിൽ തന്നെ. പക്ഷെ എന്നാലും കോൺസ്റ്റന്റ്ലി ആ മനസ്സിൽ അതിങ്ങനെ ഓടണമെങ്കിൽ സദാ ഞാൻ പറഞ്ഞേ അത് ചേട്ടൻ എന്ന് പറഞ്ഞാല് കണ്ണടച്ച് എനിക്ക് പറയാൻ പറ്റും. അവർ രണ്ടുപേരും, ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഭയങ്കര അവരുമായിട്ട് പരിചയപ്പെട്ട അടുപ്പമുള്ള എല്ലാവരും. ഇപ്പൊ എനിക്കും അതറിയാം, എത്ര ലവിങ് ആണ് അവര്, എത്ര കെയറിങ് ആണ് അവര്. ഭയങ്കരമായിട്ട് മാത്രല്ല കേട്ടോ, അത്
എനിക്ക് തോന്നുന്നു പ്രണയവർണ്ണങ്ങൾ സമയം തൊട്ട് അതെങ്ങനെയൊക്കെയോ ഒരു 2-3 വർഷം എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് ദീപാവലി സമയത്ത് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടാവും. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വീട്ടിലാണ്. അപ്പൊ എനിക്ക് പടക്കം പൊട്ടിക്കാൻ അന്നൊക്കെ, ഇപ്പോഴില്ല, പടക്കം പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതുപോലെ വൈകുന്നേരം എത്ര ലേറ്റ് ആണെങ്കിലേ പടക്ക സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, എപ്പോഴാ എത്തണേ എന്ന് ചോദിച്ചിട്ട് നമ്മള് അവിടെ പോയി. അത് ആരെങ്കിലും ഒക്കെ കുറെ പേരുണ്ടാവും, പക്ഷെ ദീപാവലി അവിടെ. അങ്ങനെ കുറെ വർഷങ്ങൾ. പിന്നെ ട്രിവാൻഡ്രത്ത് എപ്പോ പോയാലും ഡാൻസ് പ്രോഗ്രാംസിന് പോയാലും ഒന്നൊന്ന് കണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ അതല്ലാണ്ടും ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങള് സംസാരിക്കാണ്ടിരുന്നാലും വിളിച്ചാല് പിന്നെ ആ വർഷങ്ങളൊക്കെ അവിടെ മറന്നു പോണ പോലെയാണ്. മനസ്സുകൊണ്ട് ഭയങ്കര ബന്ധമുണ്ട് അല്ലെ, ആത്മബന്ധമാണ് അവിടെ ഉള്ളത്. അത് ഈവൻ പിള്ളേര് കാണുമ്പോൾ പിള്ളേർക്കും ആ ഒരു അത് നമ്മുടെ അവിടുന്ന് കുട്ടികൾ വരുമ്പോ എല്ലാവരുടെ അടുത്തും അവരങ്ങനെ സംസാരിക്കണം എന്നില്ലല്ലോ. പക്ഷെ ഈ ചേട്ടന്റെ അടുത്ത് ചേച്ചി കണ്ടിട്ടില്ല, അവിടെ വന്നിട്ടുണ്ടല്ലോ, അവിടെ വരുമ്പോഴും ഒക്കെ ഇവര് കാണുമ്പോഴൊക്കെ ആ ഒരു അടുപ്പമുണ്ട്. പ്രണയവർണ്ണങ്ങളിലാണെങ്കിലും ഇപ്പം മഞ്ജു ചേച്ചിയുടെ കൂടെ നിങ്ങളുടെ ആ ഒരു സെറ്റ്, ഞാൻ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ടിങ്ങിന്റെ സെറ്റിന്റെ ഇടയിൽ മഞ്ജു ചേച്ചിയും ദിവ്യ നിങ്ങളൊക്കെ സിനിമ കാണാനായിട്ട് പോവായിരുന്നു ഇടയ്ക്ക് തിയേറ്ററിൽ. അങ്ങനെ ഒരു ഭയങ്കര ഫണ്ണായിരുന്നു അല്ലേ ആ ഒരു സീക്വൻസിന്റെ ഇടയിലൊക്കെ നിങ്ങള്? എനിക്ക് ഏത് സിനിമയാണോ, ഇനി ചന്ദ്രലേഖയാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഒരു സിനിമ നമ്മള് കാണാൻ പോയിരുന്നു അതിന്റെ ഇടയിൽ കൂടെ. പിന്നെ അത് ആ ട്രിവാൻഡ്രത്തെ കോളേജും വളരെ ബ്യൂട്ടിഫുൾ ആണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഓടി നടന്ന് കൈനറ്റിക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ ഷോർട്സ് വേണം, നമ്മൾ രണ്ടുപേരും കൂടി രസമായിരുന്നു. മഞ്ജു ചേച്ചിയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? എന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ഒരുപാട് ഇങ്ങനെ വിളിച്ച് കോണ്ടാക്ട് എനിക്ക് അറിയാറില്ല, അങ്ങനെ ഇല്ല. പക്ഷെ ഇടയ്ക്ക് ഓക്കെ. ഇപ്പൊ നിങ്ങൾ കൈനറ്റിക്കിൽ പോയ ഒരു സ്കൂട്ടർ കഥയില്ല, സ്കൂട്ടർ കഥയിലേക്ക് എത്താം. പക്ഷെ അതിന് തൊട്ട് മുമ്പേ ചെറുപ്പം മുതലേ നൃത്തവുമായിട്ട് ബന്ധമുള്ള ഒരാളുണ്ട്, ഇതാ വീഡിയോകളിൽ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് കൈനറ്റിക്കിലേക്ക് എത്താം. ഹായ് ദിവ്യ, ഞാൻ ആരാണെന്ന് ദിവ്യക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എൻ്റെ പേരും പറയണം. പിന്നെ ഞാൻ ദിവ്യക്ക് വേണ്ടി കുറെ പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ പറയണം. അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും. താങ്ക് യു. എന്നല്ലേ ആരാണെന്ന് അറിയില്ല. ചേച്ചി വെറുതെ ഒന്നും ഇതാക്കുന്നെങ്കിലോ. ചേച്ചി ഹെയർ കട്ട് ചെയ്തല്ലോ, ഇതെപ്പോ കട്ട് ചെയ്തു ചേച്ചി? ഓക്കെ. എത്രയോ സിനിമകളിൽ എനിക്ക് തോന്നുന്ന ദിവ്യയുടെ മെയിൻ കഥാപാത്രങ്ങളിൽ കുറെ ചേച്ചി ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു സിനിമ ചെയ്യാണ്ടുള്ളൂ എന്നാണ് എന്റെ. ബാക്കി എല്ലാ സിനിമകളും. ഇനിയിപ്പോ പേര് പറഞ്ഞോ, സിനിമയുടെ പേര് പറഞ്ഞോ. ചേച്ചി പറഞ്ഞിരിക്കാ പേര് പറയാൻ. കല്യാണ സൗന്ദര്യം തൊട്ട് പറയിപ്പിക്കണം അത്ര പറഞ്ഞിരിക്കണേ. ദിവ്യയെ കൊണ്ട് സിനിമയുടെ എല്ലാം ലിസ്റ്റ് അങ്ങനെ ഇട്ടാ മതി. കഥാനായകൻ, ആകാശഗംഗ, പ്രണയവർണ്ണങ്ങൾ, ചുരം. അല്ല, ചുരത്തില് ചേച്ചിയാണ് ചെയ്തത്. എല്ലാ സിനിമകളും എനിക്ക് തോന്നണില്ല ഈ ചേച്ചി അല്ലാണ്ട് വേറെ ആരും ഡബ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നല്ല, ഞാൻ ആ വഴിക്ക് പോയിട്ടുമില്ല, ശ്രമിച്ചിട്ടുമില്ല. അപ്പൊ എന്റെ ജോലിയുടെ 3/4 ഭാഗവും ചെയ്തിട്ടുള്ള ആളാണ്. ചേച്ചി. ചേച്ചി ഇപ്പൊ ചെന്നൈയിലാണല്ലോ. അതെ അതെ അതെ. അതന്നും ഇന്നും എന്താ, പക്ഷെ ആളുകൾക്ക് പിന്നീട് എന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് അയ്യോ ഇതെന്ത് പറ്റി ശബ്ദത്തിന് ഇങ്ങനെ, വളരെ നല്ല മോഡുലേഷൻ കേട്ടിട്ട്. അതെ അതെ. അപ്പൊ ചുരത്തിൽ എന്ത് പറ്റി? വേറെ ആരാ അപ്പൊ അതിൽ ഡബ് ചെയ്തേ? അതിൽ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതില് ഭാഗ്യലക്ഷ്മി ചേച്ചിയാണോ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും അവൈലബിലിറ്റി ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതെ അതെ. ദിവ്യ അപ്പൊ ഒരു ട്രൈ പോലും ചെയ്തിട്ടില്ല ഡബ് ചെയ്യാനായിട്ട്? ഇടയ്ക്ക് 1-2 തവണ ചെയ്തിരുന്നു. കഥാനായകനാണോ ഏതോ 1-2 സിനിമകള് ജസ്റ്റ്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മൈൻഡില് ഇതിനു വേണ്ടി സമയം മാറ്റി വെക്കണം എന്നുള്ള അത് സിങ്ക് ആയില്ല. അതായത് ഇതിനു വേണ്ടി പിന്നീട് വേറൊരു ലൊക്കേഷനിൽ നമ്മൾ തന്നെയല്ലേ മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി പിന്നെ അതെന്താ ചെയ്യണ്ടേ. അപ്പൊ ആദ്യത്തെ സിനിമ നമ്മുടെ ശബ്ദമായിരുന്നില്ല. അപ്പൊ അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്, ട്രൈ ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കുമ്പോ നമ്മള്
ഈ ലൊക്കേഷനിൽ ഭയങ്കര ക്ലാഷ് വരികയാണെങ്കിൽ നമ്മളത് വിടും. പിന്നെ അടുത്ത സമയം അങ്ങനെ വിടും. അങ്ങനെ വിട്ട് പിന്നെ നമുക്ക് തന്നെ വേണം അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കഥാപാത്രവും ബാക്കി എല്ലാം കാണുമ്പോഴേ ശബ്ദവും കൂടെ നമ്മുടെ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴാണെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, തന്നെ ശബ്ദം മാത്രം. ഇല്ല ഇല്ല. ഒരു പക്ഷേ ഇപ്പൊ അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനൊക്കെ നമ്മള് ഈ മോഡുലേഷനും അതുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന്. അത്രയ്ക്കൊക്കെ നമ്മൾ ഫേസിൽ വരുന്നത് നമ്മൾ മനസ്സിൽ തട്ടി പറയുന്നു എന്നുള്ളത് അതിലൊക്കെ ശ്രദ്ധ വരും. പക്ഷെ ഈ ഇത്രയും എന്താ പറയാ, ഇപ്പൊ ചിരി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, ചിരി അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്ത് പറയാ, അതൊക്കെ നമ്മുടെ ബ്രീതിങ് ഒക്കെ ചിലപ്പോ അങ്ങനത്തെയൊക്കെ ചിന്തയിലേക്ക് പോകും. നമ്മുടെ ബ്രീത്തിങ് ഒക്കെ അങ്ങനത്തെയൊക്കെ അത് അവസാനമൊക്കെ വരുമോ, അത് എന്തിനാ വെറുതെ നന്നായിട്ട് ഇരുന്നോട്ടെ നമ്മൾ തന്നെ വിചാരിക്കില്ല. നമ്മള് നന്നായിട്ട് വരട്ടെ, വെറുതെ ഞാനായിട്ട് ശബ്ദം കൊടുത്ത് അത് കുളവാക്കണ്ട എന്നുള്ള. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇപ്പോ മേ ബി അത് ഇവോൾവ് ആയതിന്റെ ആയിരിക്കും. ശബ്ദത്തിലാണെങ്കിലും മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ തന്നെ തൊണ്ടയിടറിന്റെ സ്ഥലത്ത് അങ്ങനെ അല്ലേ, അതൊക്കെ എനിക്ക് തോന്നുന്നു അറിയണുണ്ട് എനിക്ക് തന്നെ. മേ ബി. ഓക്കെ. ഇപ്പൊ ഇനി ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ദിവ്യ ഓക്കെ ആണോ, വില്ലിങ് ആണോ ഇപ്പൊ ചെയ്യാനായിട്ട്? പിന്നെ ആണ്, വില്ലിങ് ആണ്. പക്ഷെ ഇതാണ് പല കാര്യങ്ങളും ആ പസിലെല്ലാം കറക്റ്റ് ആയിട്ട് വരണം. അതാണ് നമ്മളിപ്പോ പല കാര്യത്തില് യു ആർ ഇൻ ടു മെനി തിങ്സ് അല്ലേ, അപ്പൊ അതുമൊക്കെ ആയിട്ട് സെറ്റായി വരുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ളത്. ഓക്കെ. ഇതിനിടയിൽ ഞാൻ ആ മുമ്പേ കൈനറ്റിക്കിന്റെ കാര്യം പറയാൻ കാരണം എനിക്ക് ഓർമ്മയിൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. പണ്ട് എന്തോ ഒരു സണ്ണി സ്കൂട്ടർ എന്തോ ഉണ്ടായിരുന്നു, എന്നിട്ട് അത് ദിവ്യ വേറെ ആരെയും കൊണ്ട് അത് തൊടിയിക്കില്ലായിരുന്നു, അതിൽ ആരും തൊടാൻ സമ്മതിക്കില്ല ദിവ്യ. എന്നിട്ട് അതെടുത്തുകൊണ്ട് ദിവ്യ പോണ സമയത്ത് അച്ഛൻ ബാക്കില് വരും. കറക്റ്റ് ആയിട്ടാണ് അവൾ ഓടിക്കണേ, അവൾക്ക് അപകടമൊന്നും വന്നില്ലല്ലോ. ഇങ്ങനെ സെക്യൂരിറ്റിയെ പോലെ അച്ഛൻ ബാക്കിലും കൂടെ വരും. എപ്പ സ്കൂട്ടർ എടുത്ത് ദിവ്യ പോയ അച്ഛൻ ബാക്കിലുണ്ടാവും. അതങ്ങനെ എത്ര നാൾ അച്ഛൻ പുറകെ ഓടി? അത് ഞാൻ സ്കൂട്ടർ ഓടിച്ചിക്കൽ നിർത്തണോ വരെ. ആണോ? അത് ബസ്സിൽ പോകാൻ പഠിക്കണം എന്ന് പറയും, ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറ്റി വിടും, പിന്നെ ഞാൻ ഇറങ്ങണ ബസ് സ്റ്റോപ്പിലും വരും. അത് അപ്പോഴൊന്നും നിന്നില്ല. ഞാന് അമേരിക്കയിൽ പോയി സെറ്റിലായില്ലേ, പോയി സെറ്റിലായി. ഇപ്പോ കൊച്ചിയില് ഇപ്പോഴല്ലേ എമിറേറ്റ്സും ഖത്തറും ഒക്കെ തുടങ്ങി. ഞാൻ പോയത് 2001, 2002 സമയത്തല്ലേ. അപ്പോഴൊക്കെ KLM, ലുഫ്താൻസ അതൊക്കെയാണ്. അതായത് യൂറോപ്പ് വഴി എവിടെയെങ്കിലും ഇറങ്ങി എന്നിട്ട് അത് ബാംഗ്ലൂരോ ബോംബെയോ കണക്ഷൻ. അവിടുന്ന് പിന്നെയാണ് ഡൊമസ്റ്റിക്. ബാംഗ്ലൂർ വരും. ബാംഗ്ലൂർ വരും. എന്നിട്ട് ചിലപ്പോ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഡൊമസ്റ്റിക് കണക്ഷൻ അച്ഛന് ടിക്കറ്റ് അപ്പോഴത്തേക്കും ആയിട്ടില്ലെങ്കിൽ അച്ഛൻ എന്നെ കയറ്റി വിട്ടിട്ട് ചിലപ്പോ അച്ഛൻ ബസ്സിലോ കാറിലോ വരും ഇവിടെ കൊച്ചി എയർപോർട്ടിൽ എത്തുന്നത് വരെ. അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മള് കാർ എടുത്ത് തിരിച്ചിങ്ങോട്ട് വരും. ബോംബെയിലാണെങ്കിലും അത് മെയിൻലി ബോംബെയില്, ബാംഗ്ലൂർ പിന്നെയും പകലാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പൊ അന്നൊക്കെ ഇപ്പൊ ബോംബെയിലൊക്കെ രാത്രിയാണ് ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത്. കണക്ഷൻ 6 AM 7 AM ഓൾ നൈറ്റ്. പിന്നെ ഒരു എയർപോർട്ട് ചേഞ്ച് ഉണ്ട് അവിടെ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ അത് സണ്ണി കൊണ്ടൊന്നും തീർന്നില്ല എപ്പോഴും. അതുപോലെ ഇപ്പോ ദുബായിൽ ഇപ്പൊ ഞാൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് അച്ഛൻ ദുബായിൽ വരും, ഞാൻ അമേരിക്കയിൽ നിന്ന് വരും. അത് എനിക്കറിയാം. ഞാൻ നമ്മള് തമ്മിലും കൂടുതൽ കാണുമ്പോ അങ്കിൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ദിവ്യയുടെ കൂടെ ഒരു സന്തത സഹചാരിനെ പോലെ അവിടെ ഡാൻസ് സ്കൂള് സെറ്റപ്പ് ചെയ്തപ്പോഴും ഒക്കെ അച്ഛനുണ്ടായിരുന്നു. ഫസ്റ്റ് ആനുവൽ ഇവന്റിനും അച്ഛനുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് അങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴും അവിടെ അച്ഛൻ വന്നിട്ടാണ് എല്ലാം സെറ്റപ്പ് ചെയ്ത് തന്നത്. ഹിപ്പി ചേച്ചിയും രഞ്ജിത്തേട്ടനും അവരുടെ അഫെയറിന്റെ സമയത്തും ദിവ്യ അവരുടെ ഒരു കട്ടുറുമ്പായിട്ട് അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവരുടെ അപ്പൊ എന്താ അവിടെ കട്ടുറുമ്പ് തരൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട്. ലാലേട്ടൻ ശോഭന ചേച്ചി മൂവി വരാൻ പോണത് തുടരും. അതിന്റെ അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കോമ്പിനേഷൻ വീണ്ടും വരികയാണ്. എല്ലാവരും മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പൊ ആ മൂവി. ഇനിയിപ്പോ കുറച്ച് നാൾക്ക് ശേഷം നമുക്കും അറിയാൻ പറ്റുമോ ഇനി ദിവ്യ വരുന്നു രഞ്ജിത്തേട്ടന്റെ സിനിമയിലൂടെ?